ഹലോ ഓൾ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കൊല്ലത്തെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെക്കുറിച്ചാണ്. കായലുകളും തുരുത്തുകളും ബീച്ചുകളും മലനിരകളും ഒക്കെ ചേർന്നതാണ് നമ്മുടെ കൊല്ലം ജില്ലയിലെ ടൂറിസം മേഖല. ജഡായു എർത്ത് സെൻറ്റർ. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പമാണ് ചടയമംഗലത്തുള്ള ജഡായു പാറ. സീതയെ രാവണൻ തട്ടിക്കൊണ്ടു പോകുമ്പോൾ ജഡായു തടഞ്ഞെന്നും രാവണന്റെ വെട്ടേറ്റു ജഡായു വീണത് ഈ പാറയിലുമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. 295 രൂപ എൻട്രി ചാർജ് നൽകി മല കയറി മുകളിലെത്താം. അല്ലെങ്കിൽ കേബിൾ കാറിൽ പോകാം. കേബിൾ കാറും എൻട്രി ചാർജും കൂടെ 500 രൂപയാണ്. കൂടാതെ ഹെലികോപ്റ്റർ റൈഡുമുണ്ട്. 2500 രൂപയാണ് ചാർജ്. അഡ്വഞ്ചർ പാർക്കും ഇവിടെയുണ്ട്. ആശ്രമം അഡ്വഞ്ചർ പാർക്ക്. പിക്നിക് വില്ലേജ് എന്നും അറിയപ്പെടുന്ന ഈ അഡ്വഞ്ചർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം നഗരത്തിൽ നിന്ന് 3 കിലോമീറ്റർ മാറി അഷ്ടമുടി കായലിൻ്റെ തീരത്താണ്. കുട്ടികൾക്കുള്ള പാർക്കും കായലിലൂടെയുള്ള ഹൗസ് ബോട്ടുമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ഹൗസ് ബോട്ടുകൾക്ക് പുറമെ ആഡംബര ബോട്ടുകൾ, സ്പീഡ് ബോട്ടുകൾ, പവർ ബോട്ടുകളും ഇവിടെയുണ്ട്. പുനലൂർ ബ്രിഡ്ജ്. കൊല്ലത്തിൻ്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഇടങ്ങളിലൊന്നാണ് 19-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച പുനലൂർ തൂക്കുപാലം. പുനലൂരിലെ കല്ലടയാറും തൂക്കുപാലവും ചേരുന്ന പരിസരം പ്രകൃതി രമണീയമാണ്. ഇവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഒട്ടേറെ ആളുകൾ എത്താറുണ്ട്. തെന്മല എക്കോ ടൂറിസം. പ്രകൃതി ഭംഗിയും അല്പം സാഹസികതയും എല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് അനുയോജ്യമായ സ്ഥലമാണ് തെന്മല. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത പരിസ്ഥിതി സൗഹൃദ വിനോദസഞ്ചാര പദ്ധതിയാണ് തെന്മല. കാടിനെ അറിയാൻ ഏറുമാടങ്ങൾ, ട്രക്കിംഗ്, ബോട്ടിംഗ്, നക്ഷത്രവനം, ബട്ടർഫ്ലൈ ഗാർഡൻ, അഡ്വഞ്ചർ സോൺ തുടങ്ങി തെന്മലയിൽ സഞ്ചാരികളെ കാത്തിരിക്കുന്നത് ഒരു കംപ്ലീറ്റ് പാക്കേജാണ്. തെന്മല ഡീർ പാർക്ക്. പുള്ളിമാൻ, മ്ലാവ് തുടങ്ങി പല ടൈപ്പ് മാനുകളും ഇവിടെയുണ്ട്. ഏറുമാടങ്ങളും കുട്ടികൾക്കുള്ള ചെറിയ പാർക്കുമുണ്ട്. 50 രൂപയാണ് ഇവിടേക്കുള്ള എൻട്രി ചാർജ് വരുന്നത്. ശെന്തുരുണി വൈൽഡ് ലൈഫ് സാങ്ച്വറി. കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സംരക്ഷിത മേഖലയാണ് ഇത്. നിത്യഹരിത വനങ്ങളിലൂടെ ട്രക്കിംഗ് നടത്താം. മാൻ, കാട്ടുപോത്ത്, കരിങ്കുരങ്ങ്, ഹനുമാൻ കുരങ്ങ് തുടങ്ങി ഒട്ടേറെ വന്യജീവികളെയും നമുക്കിവിടെ കാണാം. മൺട്രോ ഐലൻഡ്. അഷ്ടമുടിക്കായലിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ തുരുത്താണ് മൺട്രോ തുരുത്ത്. ചെമ്മീൻ കെട്ടും കണ്ടൽക്കാടും കായലിലേക്ക് ചാഞ്ഞു കിടക്കുന്ന മരച്ചില്ലകളും പിന്നിട്ട് തോടിൻ്റെ കൈവഴികളിൽ കൂടിയുള്ള ഒരു വഞ്ചിയാത്ര. ഇതാണ് മൺട്രോ തുരുത്തിലേക്ക് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഘടകം. ഇവിടെ ഹോം സ്റ്റേകളുമുണ്ട്. മേരിലാൻഡ്. ശക്തികുളങ്ങരയ്ക്കടുത്തുള്ള ഒരു ചെറു തുരുത്താണ് മേരിലാൻഡ് മാൻഗ്രൂവ്സ് എന്ന മേരിലാൻഡ് ഐലൻഡ്. ശക്തികുളങ്ങര നിന്നും ബോട്ടിൽ സഞ്ചരിച്ചാൽ ഈ മനോഹരമായ സ്ഥലത്ത് നമുക്ക് എത്തിച്ചേരാൻ കഴിയും. മാൻഗ്രൂവ് ഐലൻഡ്. കേരളത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടുകളിലൊന്നാണ് പറവൂരിനടുത്തുള്ള ഈ ദ്വീപ്. ചെറുതോണികളിൽ കണ്ടൽക്കാടിലൂടെയുള്ള യാത്ര വളരെ മനോഹരമാണ്. കയാക്കിംഗ് സൗകര്യവും ഇവിടെയുണ്ട്. CCG എക്കോ സ്പോർട്സ്. പറവൂർ കൊല്ലം തീരദേശപാതയിൽ താന്നി ബീച്ചിനടുത്താണ് കയാക്കിംഗ് ഉൾപ്പെടെ വ്യത്യസ്ത ജലവിനോദങ്ങളുള്ള ഈ സ്പോർട്സ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത്. കയാക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ നല്ലൊരു സ്പോട്ടാണിത്. അഷ്ടമുടി ലേക്ക്. വലിപ്പത്തിൽ രണ്ടാമതായ അഷ്ടമുടി കായലിലെ ഏറ്റവും പ്രധാന ആകർഷണം ഹൗസ് ബോട്ടുകളിലെ യാത്രയാണ്. പച്ചത്തുരുത്തുകളും കായലോര ഗ്രാമങ്ങളും ചീനവലകളും കണ്ടാസ്വദിച്ചുള്ള ബോട്ട് യാത്ര വേറിട്ടൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ശാസ്താംകോട്ട ലേക്ക്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല കായലാണ് ശാസ്താംകോട്ട കായൽ. ബോട്ടിങ്ങിനുള്ള സൗകര്യവും പ്രകൃതി സൗന്ദര്യവും ഇവിടേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നു. സാമ്പ്രാണിക്കൊടി. അഷ്ടമുടിക്കായലിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ദ്വീപാണ് സാമ്പ്രാണിക്കൊടി. ആഴം കുറഞ്ഞ തടാകത്തിലൂടെ നടക്കാമെന്നതാണ് ഇവിടുത്തെ സവിശേഷത. ബോട്ടിംഗ് സൗകര്യവുമുണ്ട്. ആലുംകടവ്. കേരളത്തിലെ കെട്ടുവള്ളങ്ങളുടെ ജന്മദേശം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ആലുംകടവ്. കേരളത്തിൽ ആദ്യമായി ഹൗസ് ബോട്ടുകൾ നിർമ്മിച്ച സ്ഥലം കൂടിയാണ് ഇവിടം. കെട്ടുവള്ള നിർമ്മാണവും തനി നാടൻ കായൽ കാഴ്ചകളുമാണ് ഇവിടെ സഞ്ചാരികളെ കാത്തിരിക്കുന്നത്. സെൻറ്റ് തോമസ് ഫോർട്ട്. കൊല്ലത്തിൻ്റെ പ്രധാന ചരിത്ര സ്മാരകങ്ങളിലൊന്നാണ് സെൻറ്റ് തോമസ് കോട്ട എന്ന തങ്കശ്ശേരി കോട്ട. 500 വർഷം പഴക്കമുള്ള കോട്ട 20 അടി ഉയരത്തിൽ വെട്ടുകല്ലിലാണ് പോർച്ചുഗീസുകാർ പടുത്തുയർത്തിയത്. സർദാർ വല്ലഭായ് പട്ടേൽ പോലീസ് മ്യൂസിയം. ഇന്ത്യയിലെ ആദ്യ പോലീസ് മ്യൂസിയമാണിത്. സ്വതന്ത്ര സമര സേനാനി സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പേരാണ് മ്യൂസിയത്തിന് നൽകിയിരിക്കുന്നത്. പോലീസ് പരേഡുകൾ, കൊല്ലം ജില്ലയുടെ ചരിത്രം എന്നിവയുടെയെല്ലാം ചിത്രങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. പഴയകാല തോക്കുകൾ, വാളുകൾ മുതലായ ആയുധങ്ങളുടെ ഒരു ശേഖരവും കൂട്ടത്തിലുണ്ട്. മരുതിമല.
സമുദ്രനിരപ്പിൽ നിന്ന് 1100 അടി ഉയരത്തിൽ നിന്നും കൊല്ലത്തിൻ്റെ അതിമനോഹരമായ കാഴ്ചകളാണ് മരുതിമല സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്നത്. ഏകദേശം 30 മിനിറ്റ് സമയമാണ് മുകളിൽ എത്തിച്ചേരുന്നതിനായി എടുക്കുന്നത്. ട്രക്കിംഗ് വളരെ സുരക്ഷിതമാണ്. റോസ് മല ആര്യങ്കാവ് വനം റേഞ്ചിനും തെന്മല വന്യജീവി സങ്കേതത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ പ്രദേശമാണിത്. ശെന്തുരുണി വന്യജീവി സങ്കേതത്തിലൂടെ 12 കിലോമീറ്റർ ഓഫ് റോഡ് യാത്ര ചെയ്തു വേണം റോസ് മലയിൽ എത്തിച്ചേരാൻ. ഓഫ് റോഡ് യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ നല്ലൊരു സ്പോട്ടാണിത്. പാണ്ഡവൻ പാറ തെന്മലയ്ക്കടുത്തുള്ള ഒരു കുന്നിലാണ് പാണ്ഡവൻ പാറ സ്ഥിതി ചെയ്യുന്നത്. കുന്നുകൾ, കാടുകൾ, കല്ലട അണക്കെട്ട്, അതിനു പിന്നിലെ തടാകം, പർവ്വതനിരകളിലൂടെ കടന്നു പോകുന്ന റെയിൽപാത എന്നിവയാണ് ഇവിടത്തെ കാഴ്ചകൾ. ആര്യങ്കാവ് പശ്ചിമഘട്ടത്തിൻ്റെ ചെരുവുകളിൽ കാടും വെള്ളച്ചാട്ടങ്ങളും റബ്ബർ തോട്ടങ്ങളും ഒക്കെയുള്ള ആര്യങ്കാവ് ക്ഷേത്രങ്ങൾക്കും ചന്ദനക്കാടുകൾക്കും കൂടി അറിയപ്പെടുന്ന സ്ഥലമാണ്. കുന്നുകളാൽ ചുറ്റപ്പെട്ടു നിൽക്കുന്ന ഇവിടത്തെ കാഴ്ചകൾ ആരെയും ആകർഷിക്കുന്നു. കൊല്ലം നഗരത്തിൻ്റെ ഭാഗമായ ആശ്രമത്തിലാണ് 2 നിലകളിലായി നിർമ്മിക്കപ്പെട്ട ഈ ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത്. 1811നും 1819നും ഇടയിൽ തിരുവിതാംകൂറിലെ ആദ്യ ബ്രിട്ടീഷ് ദിവാനായിരുന്ന കേണൽ ജോൺ മൺറോയുടെ വസതിയായിട്ടാണ് ഈ ബംഗ്ലാവ് നിർമ്മിച്ചത്. കൊട്ടാരത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ നമുക്ക് അഷ്ടമുടി കായൽ കാണാം. ചിന്നക്കര ക്ലോക്ക് ടവർ കൊല്ലം നഗരത്തിൻ്റെ ഹൃദയഭാഗത്തായി ചിന്നക്കടയിലാണ് ക്ലോക്ക് ടവർ സ്ഥിതി ചെയ്യുന്നത്. തിരുവിതാംകൂർ ഭരണകാലത്ത് നിർമ്മിച്ച ഈ ക്ലോക്ക് ടവറിലെ ക്ലോക്ക് കൊണ്ടുവന്നിരിക്കുന്നത് കൽക്കട്ടയിൽ നിന്നാണ്. അടുത്തതായി കാണിക്കുന്നത് കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങളാണ്. അടുത്തതായി കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട ബീച്ചുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ് ഗായ്സ്.